ഈ പൈസ പോകുന്നത്. ജയിലിനകത്തു നിന്ന് ചപ്പാത്തി ഉണ്ടാക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു, അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പം 8 രൂപ ഉണ്ടായിരുന്ന ചപ്പാത്തി 2 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 30 രൂപ ഉണ്ടായിരുന്ന വെജിറ്റബിൾ കറി 10 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 100 രൂപ ഉള്ള ചിക്കൻ കറി 20 രൂപയ്ക്കാണ് ജയിലിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുള്ള ചെലവ് ഗണ്യമായി കുറഞ്ഞു. ഞാൻ തുടങ്ങി വെച്ച ഈ ഫുഡ് പ്രൊഡക്ട്സ്, ചപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻസിന് അന്ന് 3 കോടി രൂപയായിരുന്നു വരുമാനം. ഇപ്പോൾ 16 കോടി രൂപയാണ്. ബഡ്ജറ്റിൽ വകകൊള്ളിക്കാത്ത ഒരു 16 കോടി രൂപ സർക്കാരിന് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ട്രഷറി പൂട്ടുമായിരുന്നു, ഇപ്പോൾ ട്രഷറി പൂട്ടുകയില്ല. കാരണം ഓരോ ദിവസവും വിൽക്കുന്ന ചപ്പാത്തിയുടെ വില വൈകിട്ട് 4 മണി കഴിയുമ്പോൾ ട്രഷറി കൊണ്ട് അടയ്ക്കും. ഇപ്പോൾ തിരുവനന്തപുരം ട്രഷറിയിലൊക്കെ 6 ലക്ഷം രൂപയാണ് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തടവുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 16 കോടിയിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്. സർക്കാർ ഖജനാവിൽ നിന്നെടുത്ത് കൊടുക്കുമെന്നുള്ള വ്യാഖ്യാനം ശരിയല്ല. ചപ്പാത്തി ഉണ്ടാക്കുന്നു, കേക്ക് ഉണ്ടാക്കുന്നു, അങ്ങനെ ബിരിയാണി ഉണ്ടാക്കുന്നു. അപ്പം 8 രൂപ ഉണ്ടായിരുന്ന ചപ്പാത്തി 2 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 30 രൂപ ഉണ്ടായിരുന്ന വെജിറ്റബിൾ കറി 10 രൂപയ്ക്ക് കൊടുക്കുകയാണ്. 100 രൂപ ഉള്ള ചിക്കൻ കറി 20 രൂപയ്ക്കാണ് ജയിലിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലുള്ള ചെലവ് ഗണ്യമായി കുറഞ്ഞു. ഞാൻ തുടങ്ങി വെച്ച ഈ ഫുഡ് പ്രൊഡക്ട്സ്, ചപ്പാത്തി ഉൾപ്പെടെയുള്ള പ്രൊഡക്ഷൻസിന് അന്ന് 3 കോടി രൂപയായിരുന്നു വരുമാനം. ഇപ്പോൾ 16 കോടി രൂപയാണ്. ബഡ്ജറ്റിൽ വകകൊള്ളിക്കാത്ത ഒരു 16 കോടി രൂപ സർക്കാരിന് വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ട്രഷറി പൂട്ടുമായിരുന്നു, ഇപ്പോൾ ട്രഷറി പൂട്ടുകയില്ല. കാരണം ഓരോ ദിവസവും വിൽക്കുന്ന ചപ്പാത്തിയുടെ വില വൈകിട്ട് 4 മണി കഴിയുമ്പോൾ ട്രഷറി കൊണ്ട് അടയ്ക്കും. ഇപ്പോൾ തിരുവനന്തപുരം ട്രഷറിയിലൊക്കെ 6 ലക്ഷം രൂപയാണ് ഒരു ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തടവുകാർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 16 കോടിയിൽ നിന്നാണ് ഈ പൈസ പോകുന്നത്. സർക്കാർ ഖജനാവിൽ നിന്നെടുത്ത് കൊടുക്കുമെന്നുള്ള വ്യാഖ്യാനം ശരിയല്ല.